ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിനെതിരെ ഗുരുതര പരാമർശങ്ങളുമായി കൊല്ലം വിജിലൻസ് കോടതി. വേലി തന്നെ വിളവ് തിന്നെന്നാണ് ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലെ പരാമർശം. ഇതിനിടെ കേസിൽ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഉടൻ പുറത്തുവന്നേക്കും. കേസിൽ സ്വർണ്ണപ്പാളികളുടെ ആർ അരുൺരാജാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊല്ലത്തുനിന്ന് ചേരുന്നത്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ ഗുരുതരമായ പരാമർശമാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇക്കട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് വേലി തന്നെ വിളവ് തിന്നുന്ന സാഹചര്യമായിരുന്നു ശബരിമലയിൽ നടന്നത്. ഈ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കേണ്ട ശബരിമലയിലെ സ്വത്തുക്കളും ശബരിമലയുടെ ആസ്തിയും അടക്കമുള്ള കാര്യങ്ങൾ ഈ വേലി വിളവ് തിന്നുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഉണ്ണികൃഷ്ണൻ പൊറ്റിയും പത്മകുമാറും തമ്മിലുള്ള ബന്ധം 2018 മുതലാണെന്നാണ് SIT കോടതിയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു പിന്നീട് നടന്നത്. ഈ പ്രതികൾ കൂട്ടമായും അതുപോലെ തന്നെ ഒരുമിച്ചിരുന്നും പല സ്ഥലത്ത് ഗൂഢാലോചന നടത്തി. ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം തങ്ങളുടെ പക്കലുണ്ട്. ഈ പ്രതിയായ പത്മകുമാറിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കടക്കം അന്വേഷണം പോവുകയാണ്. ഈ സാഹചര്യത്തിൽ ജാമ്യം നൽകരുത്. മറ്റൊന്നായി പറഞ്ഞിരുന്നത് പത്മകുമാറിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ചില അവ്യക്തതകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്ന ആവശ്യം കൂടി SIT കോടതിക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട്. കോടതി ഉത്തരവിൽ ഇത് കൃത്യമായി തന്നെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. കോടതി ഇതിൽ ഏറ്റവും പ്രധാനമായും പറയുന്ന ഭാഗം പത്മകുമാർ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നുള്ളതാണ്. മറ്റൊന്ന്, ശബരിമല തന്ത്രിയുടെ നിർദ്ദേശം അവഗണിച്ചാണ് ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. നേരത്തെ പത്മകുമാറിന്റെ മൊഴി മറ്റൊന്നായിരുന്നു. കാരണം ഈ തന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് താൻ ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊടുത്തുവിട്ടതെന്നാണ്. പക്ഷേ SITയുടെ അന്വേഷണത്തിൽ അതിന് വിരുദ്ധമായി, അതായത് തന്ത്രിയുടെ വാക്കിന് വിരുദ്ധമായിട്ടാണ് പത്മകുമാർ ഇത് ചെയ്തത്. അതിൽ പത്മകുമാറിന് ഒരു ബോധപൂർവമായ ഇടപെടൽ പത്മകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് SITയുടെ റിപ്പോർട്ട്. SITയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി പൂർണ്ണമായും തള്ളിയത്. ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.